നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. ഷീ ഡാഷ് ദ ബസ്. ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗോട്ട് അപ്പ്, ഗോട്ട് ഓഫ്, ഗോട്ട് ഓവർ, ഗോട്ട് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്ന അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്ന് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഗോട്ട് ഓഫ് എന്നുള്ളതായിരിക്കും. അതായിരിക്കും ഗോട്ട് ഓഫ്. ഗെറ്റ് ഓഫിന്റെ പാസ്റ്റ്, അതായത് ഗോട്ട് ഓഫ്. ഗെറ്റ് ഓഫ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ഒരു ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങുന്നതിനാണ് നമ്മൾ ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗോട്ട് ഓഫ്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം ഗെറ്റപ്പ് എന്തായിരിക്കും? ഗോട്ടപ്പ് എന്ന് വെച്ചാൽ അർത്ഥം ഉണരുക എന്നൊക്കെ അർത്ഥത്തിലാണ്. എഴുന്നേൽക്കുക, ഉണരുക എന്നൊക്കെയാണ് ഗോട്ടപ്പ്. ദെൻ ഗെറ്റ് ഓവർ എന്ന് വെച്ചാൽ അർത്ഥം ഓവർകം ചെയ്യുക, തരണം ചെയ്യുക എന്നാണ് ഗെറ്റ് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗെറ്റ് ബൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേടുക എന്നാണ് ഗെറ്റ് ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് അർത്ഥം ഗോട്ട് ഓഫ് എന്നുള്ളതാണ്. ഷീ ഗോട്ട് ഓഫ് ദ ബസ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹോട്ടി. ഹോട്ടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഹോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ? അറഗന്റ് എന്നാണ്. അഹങ്കാരി അല്ലെങ്കിൽ ധിക്കാരി എന്നൊക്കെയാണ് ഹോട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. നമുക്ക് ഹാപ്പി നമുക്കറിയാം. ഇനി ഫോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഭാഗ്യമുള്ളത്. ആംഗ്രി നമുക്കറിയാം, ദേഷ്യമുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹോട്ടിയാണ് അതിന്റെ കറക്റ്റ് മീനിങ്. അറഗന്റ് എന്ന് പറയുന്ന വാക്കാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത് നമുക്ക് നോക്കാം. സെലക്ട് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കോമ്പൗണ്ട് എന്നിരിക്കുന്നത്? ഈ ഗുഡ് സെൻറ്റഡ് എന്നുള്ളതായിരിക്കും. ഇതായിരിക്കും ഗുഡ് സെൻറ്റഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് കോമ്പൗണ്ട് വേർഡ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ഫോക്സ്. ഫോക്സ് എന്ന് പറയുന്ന വാക്കിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോക്സ് എന്ന് പറയുന്ന മസ്കുലിൻ ആണ്, അതിന്റെ ഫെമിനിൻ ഏതായിരിക്കും? വിക്സൺ ആയിരിക്കും. ഇതാണ് വിക്സൺ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് പ്രൈമ ഫേസിയ മീൻ. പ്രൈമ ഫേസിയ എന്ന് പറയുന്ന വാക്കിന്റെ ആ ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും? അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ്. അതാണ് പ്രഥമ ദൃഷ്ടിയ എന്ന അർത്ഥത്തിലാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, അറ്റ് ഫസ്റ്റ് സൈറ്റ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് എ വൺ വേർഡ് ഫോർ എ പ്ലേസ് വെർ മണി ഈസ് കോയിൻഡ്. അത് എ പ്ലേസ് വെർ മണി ഈസ് കോയിൻഡ് എന്ന് പറയുന്ന ഇതിന്റെ ഒറ്റ വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. വൺ വേർഡ്. അപ്പൊ അതെന്തായിരിക്കും? മിന്റ് ആയിരിക്കും. അതായത് മിന്റ്, MINT, മിന്റ്. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ആർട്ടിസ്റ്റ് മീൻ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ആർട്ടിസ്റ്റ് നമുക്കറിയാം. ഇവിടെ ടി വരെ ഉള്ളെങ്കിൽ നമുക്കറിയാം കലാകാരൻ എന്നാണ് ആർട്ടിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം ഒരു ഇയും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? എ പ്രൊഫഷണൽ എന്റർടൈനർ സച്ചസ് എ സിംഗർ, ഡാൻസർ ഓർ ആക്ടർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പം സി. ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. എ പ്രൊഫഷണൽ എന്റർടൈനർ സച്ച് ആസ് എ സിംഗർ, ഡാൻസർ ഓർ ആൻ ആക്ടർ, ഇങ്ങനെയുള്ളവരെ വിളിക്കുന്നതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്നിടത്ത് ശരിയായ സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടോ, മിസ്റ്റാഷ്, മൗണ്ടൻ, മോസ്കിറ്റോ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെ ഈ എയും സിയും ഡിയും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ തെറ്റെന്താണ്? മോട്ടോയ്ക്ക് ഒരു ടി വേണമായിരുന്നു. MOTTO മോട്ടോ. ഇനി മൗണ്ടൻ എന്ന് പറയുമ്പോൾ MOUNTAIN എന്നാണ് വരേണ്ടത്. ഇനി മോസ്കിറ്റോയ്ക്ക് MOSQUITO എന്നാണ് വരേണ്ടത്. മോസ്കിറ്റോയ്ക്ക് എന്ത് വരണം? ഈ ക്യൂവിന് ശേഷം ഒരു യു കൂടെ വരണമായിരുന്നു. അപ്പൊ അന്നേരം മോസ്കിറ്റോയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ മെസ്റ്റാഫ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. കറക്റ്റ് സ്പെല്ലിംഗ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ്. അതായത്
ഈ ഇഡിയം ഏതാണ്? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്ന ഐഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് ചോദ്യം. അതെന്താണ്? ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. അല്ലേ, ഏതെങ്കിലും അബദ്ധത്താൽ ഒരു രഹസ്യം പുറത്ത് പറയുമ്പോഴാണ് എന്ത് ലെറ്റ് എ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോ. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. നിർമ്മൽ കെയിം ഡയറക്റ്റ് ഫ്രം ഡൽഹി. നിർമ്മൽ കെയിം ഡയറക്ട്ലി ഫ്രം ഡൽഹി. നിർമ്മൽ ഡയറക്ട്ലി കെയിം ഫ്രം ഡൽഹി. ദ ഡയറക്റ്റ് നിർമ്മൽ കെയിം ഫ്രം ഡൽഹി. ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ആവുക ഈ എയും ബിയുമാണ്. നിർമ്മൽ കെയിം ഡയറക്റ്റ് ഫ്രം ഡൽഹി എന്നാണോ അതോ നിർമ്മൽ കെയിം ഡയറക്ട്ലി ഫ്രം ഡൽഹിയാണോ? നമുക്കറിയാം നിർമ്മൽ വന്നു അല്ല വരവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. വരിക എന്ന് പറയുന്നത് വെർബാണ്. വെർബിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വെർബാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഡയറക്റ്റ് എന്നത് പറയുന്നത് ഈ ഭാഗത്ത് ആഡ്വെർബാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ്വെർബായിട്ട് തോന്നുന്നത് ഡയറക്റ്റ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് പലരും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായിട്ട് എഴുതി ആൻസർ എഴുതും. മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നമ്മുടെ ഒരു ഗതാഗതം നമ്മൾ സഞ്ചാരവുമായി പറയുമ്പോൾ അവിടെ നമ്മൾ ആഡ്വെർബായിട്ട് എന്ത് ഉപയോഗിക്കത്തുള്ളൂ? ഡയറക്റ്റ് എന്ന് പറയുന്ന വാക്കേ ഉപയോഗിക്കത്തുള്ളൂ. ഈ ഡയറക്റ്റ് എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി അഡ്ജക്റ്റീവായിട്ടാണ് വരേണ്ടത്. പക്ഷേ ആ അഡ്ജക്റ്റീവായിട്ട് ആ രീതിയിൽ നിൽക്കുന്ന വാക്ക് നമുക്ക് എന്തുമായിട്ട് ഉപയോഗിക്കാം? ആഡ്വെർബുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഏത് സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഏത് സ്ഥലത്ത് നിന്നും നമ്മൾ സഞ്ചരിക്കുമല്ലോ, ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കവിടെ ഡയറക്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ആഡ്വെർബായിട്ട് വരിക. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? നിർമ്മൽ കെയിം ഡയറക്റ്റ് ഫ്രം ഡൽഹി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമേ എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.